ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക്കിൻ്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ RBIയുടെ ഒരു ക്രെഡിറ്റ് ഗ്രോത്തിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇന്നൊരു പുതിയൊരു ന്യൂസ് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്രെഡിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്ന സാധനം നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ഗ്രോത്തും ഉണ്ട്, നോർമൽ ക്രെഡിറ്റ് ഗ്രോത്തും. അതായത് ക്രെഡിറ്റ് ഗ്രോത്ത് മാർച്ച് 2025 മേജർ ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ട്. പേഴ്സണൽ ലോണിൻ്റെ ഭാഗത്ത് നിന്നൊരു മേജർ ഡ്രോപ്പ് ഓവറോൾ വന്നിട്ടുണ്ട്. അതായത് ഈ പേഴ്സണൽ ലോണിലെ ക്രെഡിറ്റ് ഗ്രോത്ത് വന്ന് ഓൾമോസ്റ്റ് 14%, അതായത് 20% കിടന്ന ക്രെഡിറ്റ് ഗ്രോത്ത് 14% മാറി. പേഴ്സണൽ ലോൺസ്, അതായത് ലോൺ എടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു. സർവീസ് സെക്ടറിലെ ക്രെഡിറ്റ് 25 13.4 ആയിട്ട് മാറി. കഴിഞ്ഞ വർഷത്തെ ഒരു ഇയർ ഓൺ ഇയർ വച്ചുള്ള കമ്പാരിസൺ ആണ്. അത് കൂടാതെ നമ്മുടെ അഗ്രികൾച്ചറിന്റെ ഒരു ക്രെഡിറ്റ് ഗ്രോത്ത് ഉണ്ടല്ലോ, അതും കുറവായ രീതിയിലാണ്. ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഇന്നൊരു അണ്ടർ പെർഫോം ചെയ്യാൻ, അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ഒരു സെല്ലിംഗ് വന്നതിന്റെ കാരണം ഈ ഒരു റിപ്പോർട്ട് RBIയുടെ ഭാഗത്ത് നിന്ന് നേരത്തെ ലീക്ക് ആയത് കാരണമായിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് കൂടാതെ ഇൻഡസ്ട്രിയുടെ ക്യാപെക്സിന്റെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇൻഡസ്ട്രി ക്യാപെക്സ് റിപ്പോർട്ടും അതിലും വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ MSME, മീഡിയം സെക്ടർ, ലാർജ് ഇൻഡസ്ട്രി, ടോട്ടൽ ഇൻഡസ്ട്രി, അങ്ങനെ എല്ലാത്തിൻ്റെയും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സ് കുറയുന്നുണ്ട്. അപ്പോൾ പൊതുവെ പറഞ്ഞാൽ നമ്മുടെ എക്കണോമി ഒരു റിസഷൻ്റെ ചെറിയൊരു, അതായത് നമ്മുടെ സ്ലോ രീതിയിലാണ് നമ്മുടെ മാർക്കറ്റ് ഇപ്പോഴും പൊക്കോണ്ടിരിക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് അടിച്ചത്. നമുക്ക് ഇന്ന് വന്ന ഇൻഫ്ലേഷൻ ഡേറ്റ, നമ്മുടെ കോർ CPI എന്ന് പറഞ്ഞാൽ ഫുഡ് ഫ്യൂൽ ഇല്ലാത്ത സാധനം, അത് ജസ്റ്റ് ഒന്ന് 4.24 ആയെങ്കിൽ കൂടി നമ്മുടെ കോർ ഇൻഫ്ലേഷൻ, നമ്മുടെ നോർമൽ ഇൻഫ്ലേഷൻ CPI എന്ന് പറഞ്ഞാൽ CPI ഡേറ്റ 3.16 വന്നു. അതായത് ലോവസ്റ്റ് സിൻസ് ജൂലൈ 2019. കോവിഡിന് മുമ്പത്തെ ഒരു ജൂലൈ 2019 ശേഷമുള്ള ഏറ്റവും ലോവസ്റ്റിലെ ഒരു ലെവലിലേക്ക് മാർക്കറ്റിലെ ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിരിക്കുന്നത്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിലെ ഇൻഫ്ലേഷൻ കുറയുന്നു എന്ന് പറയുമ്പോൾ ഓർത്തോളുക, നമ്മുടെ വിലക്കയറ്റമില്ല, മാർക്കറ്റ് ഒരു നമ്മളെ എക്കണോമി ഇന്നെ പോസിറ്റീവ് മൂഡ്, അല്ലെങ്കിൽ ഗ്രോയിങ് രീതിയിലേക്കാണ് മാർക്കറ്റ് വരുന്നത്. അപ്പം പൊതുവെ പറഞ്ഞാൽ RBIയുടെ ഇപ്പൊ ഈ ഒരു റിപ്പോർട്ട് വന്നതൊക്കെ സ്ഥിതിക്ക് RBIയുടെ ഭാഗത്തു നിന്നും കുറേ ഇഷ്ടംപോലെ ഇന്റർവ്യൂഷൻ ഉണ്ട് കഴിഞ്ഞ 2 വർഷത്തിലുണ്ടായിട്ടുണ്ട്. ലോൺസ്, പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷത്തിൽ ലോൺസ് കൊടുക്കുന്നതിനിടയ്ക്ക് ക്രെഡിറ്റ് കാർഡ് കൊടുക്കുന്നതിനിടയ്ക്കും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബാങ്ക്സിന് ലോണ് ഗ്രോത്ത് കാണിച്ചിരിക്കുന്ന ഒരേ ഒരു സെക്ടറിലാണ്. കാരണം ഗോൾഡ് ലോൺ. കാരണം ഗോൾഡിന്റെ പ്രൈസ് ഓട്ടോമാറ്റിക്കലി ഏകദേശം പറഞ്ഞാൽ 10-30% അല്ല, 5000 കിടന്ന ഗോൾഡ് 8000 വില, ഏകദേശം 3000 രൂപ പെർ ഗ്രാമിന് മാറിയ സ്ഥിതിക്ക് ഈ ഗോൾഡിന്റെ ലോൺസ് ആണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബാങ്ക്സിൽ കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് വന്ന നമ്മുടെ ഡേറ്റ, ഇൻഫ്ലേഷൻ വന്ന ഡേറ്റ ഉണ്ടല്ലോ, ഇന്ന് വൈകിട്ട് 4 മണിക്ക് വന്ന നമ്മുടെ ഇൻഫ്ലേഷൻ ഡേറ്റ പോസിറ്റീവാണ്. അതുകൂടാതെ അമേരിക്കയുടെ കോർ CPIയും 0.3 കുറഞ്ഞു 0.25 ആയി. അതുകൂടാതെ CPI മന്ത് ഓൺ മന്ത് സെയിം ആണ്. അതുകൂടാതെ CPI ഇയർ ഓൺ ഇയർ 2.4 നിന്നും 2.3. അപ്പൊ ഇൻഫ്ലേഷൻ അമേരിക്കയുടെ ഭാഗത്ത് നിന്നും കുറയുന്നു. അപ്പൊ അമേരിക്കയിലും ഇൻഫ്ലേഷൻ കുറയുന്നു, ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ കുറയുന്ന രീതിയിലാണ് നമ്മുടെ മാർക്കറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും, നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി 600-700 ആ റേഞ്ചൊക്കെ പോയിട്ട് താഴേക്ക് വന്നു. ഇന്ന് നമ്മുടെ കൃത്യമായി പറയുകയാണെങ്കിൽ ബാങ്കിന് നിഫ്റ്റി കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തൊക്കെ ഓപ്പൺ ചെയ്ത് ഇന്ന് കാലത്ത് 10:15 ഒരു ഹൈ അടിച്ചു. ഇന്ന് മോർണിംഗിൽ അപ്പോൾ ഓപ്പൺ ചെയ്ത് ഇവിടെയാണ് 9:15 നമ്മൾ 25,000 24,975 പിന്നെയാണ് നമ്മളെ ബുള്ളിഷ് ഷഫിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോളാം, 973 ആണ് നിഫ്റ്റിയുടെ ഹൈ. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി POCയും പൊട്ടി, POCക്ക് താഴെ നമ്മുടെ ബെയറിഷ് റെഫറൻസും പൊട്ടി. ഈ ക്യാൻഡിലാണ് ബെയറിഷ് റെഫറൻസ് പൊട്ടി താഴേക്ക് ഇറങ്ങി S1 വന്നു, S2 വന്നു. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ബെയറിഷ് ട്രെൻഡ് ആക്റ്റീവായ ഒരു മാർക്കറ്റ് ആയിരുന്നു. അതേപോലെ ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് റെഫറൻസ് ഒന്നും പൊട്ടിയിട്ടില്ല. താഴേക്ക് വന്ന് POC പൊട്ടി, ബെയറിഷ് റെഫറൻസ് പൊട്ടി, S1ന്റെ ഭാഗത്തേക്ക് നിന്ന് ആ ഒരു ഭാഗത്തേക്ക് നിന്ന് കിടന്ന, ചുരുക്കി പറഞ്ഞാൽ ഒരു ഡൗൺവേർഡ് ട്രെൻഡ് ദിവസം വന്നതാണ്. യൂഷ്വലി ട്രെൻഡ് ഡേ വന്ന നിഫ്റ്റി നല്ലൊരു ട്രെൻഡ് ഡേ ആയിരുന്നില്ല. യൂഷ്വലി ട്രെൻഡ് ഡേയുടെ POC എപ്പോഴും സപ്പോർട്ട് ചെയ്യുക. അത് നമ്മുടെ ഓപ്പൺ ഡ്രൈവ് സെറ്റപ്പിൽ മാർക്കറ്റ് പ്രൊഫൈൽ പ്രകാരം ട്രെൻഡ് ഡേ വിൽ കണ്ടിന്യൂ ഫോർ 2 or 3 days എന്നാ പറയാമോ. ചുരുക്കി പറഞ്ഞാൽ കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ കൂടി അതിന്റെ POC അറ്റ്ലീസ്റ്റ് 2 or 3 days സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇന്ന് അത് കണ്ടിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡേറ്റ മാർക്കറ്റിലേക്ക് വന്നത് കൊണ്ടാവാം, ഇൻസൈഡർ ഇൻഫർമേഷൻ മാർക്കറ്റിൽ വരാറുണ്ടല്ലോ, അത് വന്നത് കൊണ്ടാവാം മാർക്കറ്റിൽ ഈ ഒരു ഡേറ്റ സെല്ലിങ് വന്നത്.
ആ ഒരു കാരണം കൊണ്ടായിരിക്കാം നമ്മുടെ മാർക്കറ്റിൽ ഒരു ഹെവി സെല്ലിംഗ് ഫിഗേഴ്സ് ഫാക്ടേഴ്സ് വന്നത്. നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾ നോക്കി അറിയാൻ പറ്റും നിഫ്റ്റിയിൽ ഏകദേശം പറഞ്ഞാൽ 19.86K, അതായത് ഒരു കെ എന്ന് പറയുമ്പോൾ 1000 ആണ്. അപ്പോൾ 19.86 ഇൻറ്റു 1000 എന്ന് പറയുമ്പം 19,860 ഡിവൈഡ് ബൈ 70, ഏകദേശം പറഞ്ഞ നല്ലൊരു സെല്ലിംഗ് ക്യുമുലേറ്റീവ് ഡെൽറ്റ ഇന്ന് മാർക്കറ്റിൽ സെല്ലേഴ്സ് വന്നിട്ടുണ്ട്. അതേപോലെ ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ ബാങ്ക് നിഫ്റ്റിയിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സെല്ലിങ്, ബാങ്ക് നിഫ്റ്റി ഫ്ലാറ്റ് ആയി തന്നെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിഫ്റ്റി ഓരോ ക്യാൻഡിലും സെല്ലിംഗ് എമർജായി അൺഫിനിഷ്ഡ് ഓപ്ഷൻസ്. നിഫ്റ്റി സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നിഫ്റ്റിയിൽ മോളോട്ട് കയറി 24,729, 24,809, 24,848, അതിന് മുകളിൽ 24 ഈ ഭാഗം വരെ 25,040 വരെ നിഫ്റ്റിയെ സംബന്ധിച്ച് അൺഫിനിഷ്ഡ് ബിസിനസ്സുകൾ കിടപ്പുണ്ട്. അതൊക്കെ ഫിനിഷ് ആവേണ്ട ചാൻസ് ഉണ്ട്. ഫ്രഷ് സെല്ലിംഗ് മാർക്കറ്റിൽ വന്നിട്ടില്ല എങ്കിൽ റിവേഴ്സ് ചെയ്ത് പോകാനുള്ള ചാൻസ് മാർക്കറ്റിൽ കാണും. ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം, അമേരിക്കൻ മാർക്കറ്റിൽ US 30 വന്ന് ഒരു ചെറിയ ഡൗൺവേർഡ് മാർക്കറ്റിലൊക്കെ നിൽക്കുന്നത്. അമേരിക്കൻ മാർക്കറ്റ് നിങ്ങൾ നോക്കിയാൽ അറിയാം, അമേരിക്കൻ മാർക്കറ്റൊക്കെ ചെറിയൊരു മൈനസിലാണ്, ആ ഒരു രീതിയിലൊക്കെ ഭാഗത്തൊക്കെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാം, നിഫ്റ്റി ഇന്നലെ ട്രെൻഡിങ് ഡേ ആയിരുന്നു. നിഫ്റ്റി അത് കൃത്യമായി തിരിച്ച് റിവേഴ്സ് ഒരു ബി ഷേപ്ഡ് പ്രൊഫൈൽ അല്ലെങ്കിൽ ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ് മാർക്കറ്റ് പ്രൊഫൈൽ പറയാം നിഫ്റ്റിയിൽ. നിഫ്റ്റിയുടെ POC ഇപ്പോഴും മുകളിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ POC വന്നിരിക്കുന്ന നിഫ്റ്റി വന്നിരിക്കുന്ന 24,779 നമ്മളെ POC. ഇപ്പം ഞാൻ നിഫ്റ്റിയുടെ POC ഒന്ന് മാർക്ക് ചെയ്യണേ. 24,779 നമ്മളെ POC. ഇപ്പം ഞാൻ POC എത്രയാണ് മാർക്ക് ചെയ്യണത്? 24,779 ആണ് നമ്മളെ POC നിൽക്കണം. അതിന് ഞാൻ 24,779 ആണ് നമ്മളെ POC. ഞാൻ POC ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ലോ 24,530 താഴെ മാത്രമേ നമ്മളിനി ഫ്രഷ് സെല്ലിങ്ങൾ എത്രയാണ് 24,525 താഴെ മാത്രമേ നിഫ്റ്റിയിൽ ഒരു ഫ്രഷ് സെല്ലിംഗ് 24,525 താഴെ മാർക്കറ്റ് വീണ്ടും എൻ്റർ ആവുകയാണെങ്കിൽ ഒരു സെല്ലിംഗ് ഫിഗറിലേക്ക് വീണ്ടും അത് കണ്ടിന്യൂ ചെയ്യാനും താഴേക്ക് വരാനും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 24,465 ഭാഗത്തേക്ക് വരാം. നിഫ്റ്റിയെ സംബന്ധിച്ച് 24,465 ഭാഗത്തേക്ക് വരാം. 24,465 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റിക്ക് കൂടുതലാണ്. അത് ഫസ്റ്റ് ടാർഗറ്റ് വരാം. അതിന് താഴെ S2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 465 താഴെ നിഫ്റ്റിയെ സംബന്ധിച്ച് അടുത്ത വരുന്നത് 24,000. നിഫ്റ്റിയിൽ അടുത്ത ലെവൽ എന്ന് പറയുമ്പോൾ 24,357 താഴേക്ക് വരാം. എത്രയാണ്? 357 താഴേക്ക് വരാം. ഈ 349 349 ഭാഗത്തേക്ക് നിഫ്റ്റിയെ 349 ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ്. അതിൽ S3 ഞാൻ വരയ്ക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ 24,525 താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ സ്പോട്ടിൽ 24,465 24,349 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് 24,832 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങളിനി ബൈയെ കുറിച്ച് ചിന്തിച്ചാൽ മതി. 24,832 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഒരു ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 24,900 ഭാഗത്തേക്ക് ഫസ്റ്റ് ടാർഗറ്റ് വരാം. 24,900 24,900 ഭാഗത്തേക്ക് വരാം. അതിന് മുകളിൽ സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 24,975 ഭാഗത്തേക്കും വരാം. 24,975 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് എന്താണ് എന്നെ സംബന്ധിച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 24,832 മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 24,900 975 പോകാനും 24,525 താഴെ നിൽക്കുകയാണെങ്കിൽ 24,465 24,350 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തിരിച്ച് കയറി ഓൾമോസ്റ്റ് എവിടെ കയറിയോ അത്രയും ഓൾമോസ്റ്റ് അതിൻ്റെ മുക്കാൽ ഇവിടെ ഈ ഒരു ക്യാൻഡിലാണ് മാർക്കറ്റ് കയറിയത്. ഓൾമോസ്റ്റ് ആ ക്യാൻഡിലിൻ്റെ മിഡ് പോയിന്റ് വരെ നിഫ്റ്റി വന്ന് സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. സോ എന്നെ സംബന്ധിച്ച് നിഫ്റ്റി പൊട്ടിയാൽ ഡേഞ്ചറായ രീതിയിലേക്ക് വരാനും താഴേക്ക് വരാനുള്ള ചാൻസും കൂടുതലാണ്. ഇല്ല എങ്കിൽ അവരെ സംബന്ധിച്ച് ഈ POCയുടെ ഭാഗത്തേക്ക് ഒരു റിവേഴ്സൽ തന്ന് ഇന്നത്തെ POC ഒന്ന് ടെസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു ചാൻസ് മാർക്കറ്റിൽ കാണുന്നതാണ്. നമുക്കിനി നോക്കേണ്ട ബാങ്ക് നിഫ്റ്റി കുറച്ചൊക്കെ അങ്ങ് ഇറങ്ങി നിൽക്കുന്ന ആശ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് നോക്കേണ്ടത് അവനിനി താഴോട്ടാണ്. ഇപ്പം നമ്മളെ ബാങ്ക് നിഫ്റ്റിയുടെ POC എന്ന് പറയുമ്പോൾ
ഇന്നത്തെ പി ഒ സി എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിക്ക് 54,985. പി ഒ സി താഴേക്ക് മെർജ് ചെയ്തു ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച്. 54,984 പി ഒ സി നിൽക്കണം. അപ്പോൾ 54,984 ഭാഗത്താണ് പി ഒ സി നിൽക്കണം. അപ്പോൾ ഞാൻ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ ബെയറിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 54,860 താഴെയാണ് നമ്മളെ സെല്ലിങ് എടുക്കാനുള്ളത്. എത്രയാണ്? 54,860 താഴെ മാത്രമേ നിങ്ങൾ സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് നിലയിൽ നിങ്ങൾ നോക്കേണ്ട ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 54,689 ഫസ്റ്റ് ടാർഗറ്റ്. എസ് എന്ന് പറയുമ്പോൾ 54,689 ഭാഗത്തേക്ക് വരാം ഫസ്റ്റ് ടാർഗറ്റ്. അതിന് താഴെ S2 എന്ന് പറയുമ്പോൾ S2 അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ 54,869 താഴെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ വ്യക്തമായി പറയുകയാണെങ്കിൽ അടുത്ത വരുന്നത് എത്രയാണ്? നിഫ്റ്റി സംബന്ധിച്ച് 54,438 ഭാഗത്തേക്ക് വരാം. 54,438 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് കൂടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ എന്താണ് S2 എന്ന് പറയുമ്പോൾ എന്താണ് 54,438 ഭാഗത്തേക്കും 54,438 ഭാഗത്തേക്കും 54,689 ഈ ഭാഗങ്ങളിലേക്ക് വരാം. എങ്ങനെയാണ്? 54,860 പൊട്ടയാണെങ്കിൽ 54,689 54,432 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഇനി ബുള്ളിഷ് റെഫറൻസ് ഓൾമോസ്റ്റ് തിങ്ക് ചെയ്യുന്നത് എന്താണ് ഈ 54,270 മുകളിൽ അല്ലെങ്കിൽ 55,275 മുകളിൽ മാത്രം ഇന്നലത്തെ പി ഒ സിക്ക് മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കുന്നതുള്ളൂ. അതിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 55,392 55,400 ഭാഗത്തേക്ക് 55,400 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനും അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 55,531 R2 അടുത്താണ് നിൽക്കണേ. 55,532 ഭാഗത്തേക്ക് വരാനും ചാൻസ് കൂടും. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റിയെ സംബന്ധിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു അപ്പറും ലോവറും 1ഉം 2 മാത്രമേ ഒരു സ്ട്രാറ്റജി വയ്ക്കുന്നുള്ളൂ. 55,275 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ 55,400 55,532 വരാനും 54,860 താഴെ 54,689 54,438 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ ഒരു ഈവൻറ്റ് ഈ വരാൻ പോകുന്ന വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ട്രിവാൻഡ്രത്ത് ഹോട്ടൽ റെസിഡൻസി നടക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ സീറ്റും ഫില്ലായി. അപ്പം ഇനി അങ്ങനെ വരണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ തമിഴിൽ കാണിച്ച നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അവരുടെ സീറ്റ് ഉണ്ടോ അവൈലബിലിറ്റി ഉണ്ടോ എന്നൊക്കെ നോക്കി പറയുന്നതാണ്. ഞാൻ അതിൽ ഓഫർ കൊടുത്തായിരുന്നു. നമ്മളെ ഫോളോവേഴ്സിന് 1,999 വെച്ചിട്ടൊരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവരാണെങ്കിൽ നോക്കുക. 1-2 പേർക്ക് കൂടെ വേണമെങ്കിൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ ഉണ്ടെന്ന് നോക്കുന്നുണ്ട്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പലരും പറയുന്നുണ്ട് 100 വ്യൂ പോലും ഇല്ലാത്ത ആൾക്കാരൊക്കെയാണ് ഈ സെമിനാർ നടക്കുന്നത്. ഞാൻ പറഞ്ഞു അപ്പോൾ അത് താഴെ വേറെ ആൾ കമൻറ്റ് ചെയ്ത് കണ്ടായിരുന്നു 100 വ്യൂ വേണ്ട ആവശ്യമില്ല. അത് വ്യൂ അല്ലല്ലോ നമ്മളൊരു സെമിനാർ നടത്തുന്ന കാര്യം. അതേ വ്യൂ അല്ല ഒരു കാര്യം. നിങ്ങൾക്ക് നമ്മൾ ലൈവായിട്ടൊരു ട്രേഡിംഗ് പറയുമ്പോൾ നിങ്ങൾക്ക് പറയുന്നത് ശരിയാണോ, ആ സിസ്റ്റം നിങ്ങൾക്ക് അഡാപ്റ്റബിൾ ആണോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ നോക്കാതെ നിങ്ങൾ ഒരാളെ കുറിച്ച് ഡോണ്ട് ജഡ്ജ് ദ ബുക്ക് ബൈ കവർ എന്നൊരു പേജ് പറയുന്നുണ്ട്. സോ ഇഷ്ടംപോലെ ആൾക്കാർ ഫേക്ക് ആയിട്ട് പറ്റിക്കുന്ന അറിയാൻ പറ്റും. പക്ഷേ യു ഹാവ് ടു റിയലൈസ് ഹൂ ഈസ് good and who is false. So take care and bye bye. Have a nice day.